ഹായ് നമസ്കാരം, ഡാനിയലാണ് ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ലീഗൽ സർവീസസിൽ നിന്ന്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആയിട്ട് ഫ്ലൈവേൾഡ് വഴി ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസിയുടെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഞാൻ പേരും കാര്യങ്ങളും പറയാത്തതും അല്ലെങ്കിൽ ഫേസ് കാണിക്കാത്തതും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ജോലി സാഹചര്യങ്ങളും ജോലിയുടെ സംഭവങ്ങളും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് പുറത്തു പോകുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം. പക്ഷെ ഹവർ ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പുറത്ത് വിടണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ എന്തായിരുന്നു ഫ്ലൈവേൾഡ് വഴി ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? എന്താണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ സയന്റിസ്റ്റിനോട് പറയാനുള്ളത്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ പലയിടത്തും പോയി അന്വേഷിച്ചായിരുന്നു, പല ഏജൻസീസിലും. എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് നല്ല വിശ്വാസം വന്നത് നിങ്ങളുടെ ഏജൻസി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് നിങ്ങൾ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതും എല്ലാം നന്നായി വന്നു. സോ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഫ്ലൈവേൾഡ് റെക്കമെൻഡ് ചെയ്യാനായിട്ട് എത്ര പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യും? എനിക്ക് ഓൾറെഡി 100% ട്രസ്റ്റ് ആണല്ലോ. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് അവരോട് ഉറപ്പായിട്ടും പറയാം, യു ക്യാൻ ഫ്ലൈവേൾഡ് ചൂസ് ചെയ്യാനായിട്ട്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനായിട്ടോ സയന്റിസ്റ്റ് ആയിട്ടോ ഓസ്ട്രേലിയക്ക് മൈഗ്രേൻ്റെ ഒരു സംശയത്തിന് നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് മൈ പേഴ്സണൽ നമ്പർ, ബട്ട് ഓൺ ഡിമാൻഡ് only to faithful people. നമ്മൾ അങ്ങനെ പേഴ്സണൽ നമ്പർ ആളുകൾക്ക് കൊടുക്കാറില്ല. ഹവർ താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. താങ്ക് യു.